അപ്പോൾ അത് ഇന്നലത്തെ ആ വീഡിയോൻ്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് അടിച്ച് കൊടുക്കേണ്ട ഒരു ടൈമായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മുന്നേ തന്നെ ഇതെന്താവും എങ്ങനെയാവും എന്നൊരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയൊരു സംഭവമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നും ഐഡിയ ഇല്ലായിരുന്നു. അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി. കുന്നംകുളം സ്നോ വൈറ്റ് ആ ഒരു ലെവലിലാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സ്നോ വൈറ്റിൻ്റെ ആ ഒരു ഫ്രോക്കിൻ്റെ തീമാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം അതിനോട് സാമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ആ സ്നോ വൈറ്റിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ പോർഷൻ ഇങ്ങനെ വി ഷേപ്പിലൊക്കെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി അതങ്ങനെ നോക്കി ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഫ്രോക്കിനെ പോലെയാണ് ചെയ്തത്. അപ്പോൾ മാക്സിമം എന്നെ കഴിയണ പോലെയൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്ത് ഏകദേശം ഒരു സാമ്യം വരുത്തിയിട്ടുണ്ട്. പക്ഷേ സ്നോ വൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ഉടുപ്പെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം ഫേസിലൊന്ന് കണ്ണൊക്കെ വരച്ച് കൊടുത്തിട്ട് ആദ്യം കോളാക്കി, എന്നിട്ട് പിന്നെ വീണ്ടും അതിൽ പെയിൻറ്റ് അടിച്ച് കൊടുത്ത് ഒരു ദിവസം ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷമാണ് ഈ രണ്ടാമത്തെ പരീക്ഷണം പ്രതീക്ഷിച്ച പോലെ തന്നെ ഞാൻ വീണ്ടും കോളാക്കുന്നുണ്ട്. അതിൻ്റെ ഐലാഷസ് ഞാൻ പിള്ളച്ചേട്ടനെ പോലെ ആക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മടുത്തു. അത് നീ മായ്ക്കാനും പിന്നെ പെയിൻറ്റ് അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാനെന്നുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നല്ല റെഡ് ലിപ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഉണങ്ങി നാളേക്ക് ആകുമ്പോൾ വേണമെങ്കിൽ ഞാൻ അവിടെ പെയിൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഐലാഷിൻ്റെ ഭാഗത്ത് നോർമലായിട്ടുള്ള കണ്ണ് എത്രയായിട്ടും വരക്കാൻ നോക്കിയിട്ട് എനിക്ക് സെറ്റ് ആവണില്ല കേട്ടോ. ഒന്നാമത് ബ്രഷിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ എന്തെന്നില്ലാതെ തുടങ്ങിയ സംഭവം എന്തൊക്കെയോ ആയ അവസാനം കുന്നംകുളം സ്നോ വൈറ്റ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാമെന്നുള്ളൊരു പ്രതീക്ഷ ഇതോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.